أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ നസീർ മൗലവിയുടെ കബളിപ്പിക്കലിൻ്റെ വീഡിയോ നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ചെയ്തിരുന്നു. കൃത്യമായി തന്നെ അതിൽ നമ്മൾ അദ്ദേഹം കാണിക്കുന്ന തട്ടിപ്പുകളും അദ്ദേഹം കാണിക്കുന്ന തിരിമറികളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കാണിക്കുന്ന ഒരു തിരിമറിയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അൽ ഫത്താവൽ ഹദീസിയ എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിൻ്റെ ഈ ബിദ്അത്തിന് അർത്ഥം വെച്ചതും അദ്ദേഹം ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം അർത്ഥം വെച്ചത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അദ്ദേഹം അതിന് പറയുന്നൊരർത്ഥം, ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഫത്താവൽ ഹദീസിയ എന്ന കിതാബ്, ആ കിതാബിൻ്റെ 280-ാമത്തെ പേജിൽ പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ലൊലാലത്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ലൊലാലത്ത് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അതൊന്ന് കേട്ട് നോക്കി നിങ്ങൾ. ഇസ്ലാമിക വ്യവഹാരത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ലാ തകൂനു ഇല്ലാ വലാലത്തൻ, അത് പിഴച്ചതേ ആവുള്ളൂ. അപ്പം നല്ല ബിദ്അത്ത് ഇല്ല. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ ഉടായിപ്പ് ഇങ്ങോട്ട് ഇറക്കേണ്ട, അങ്ങനെ സംഭവം ഇല്ല എന്ന് ഇബ്നു ഹജർ ഹൈത്തമിയുടെ അൽ ഫത്താവൽ ഹദീസിയ അതിൻ്റെ ഒരു ചർച്ചയുടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറയുന്നത്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ലൊലാലത്ത് മാത്രമേ ഉള്ളൂ, എന്തില്ല ഹസനത്ത് എന്ന് നമ്മൾ വകഭേദം പറയേണ്ടതില്ല, അങ്ങനൊന്നും ഇല്ല എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് അത് അർത്ഥം വെച്ചത് പയച്ചതാണ്. അദ്ദേഹം അർത്ഥം മനസ്സിലാക്കിയ സ്ഥലത്തും ഇബ്നു ഹജർ റളിയല്ലാഹുവിൻ്റെ കിതാബ് കാണുമ്പോൾ ശരിക്കും പോലെ കണ്ടിട്ടില്ല എന്നുള്ളതുമാണ്. വ്യക്തമായിട്ട് തന്നെ മഹാനവറുകൾ അത് പറയുന്നുണ്ട്. മഹാനവറുകൾ തന്നെ ആ ഫത്താവൽ ഹദീസിൽ മറ്റൊരിടത്ത് 250-ാം പേജ് ഓർക്കുന്നു, മറ്റൊരിടത്ത് ഈ ബിദ്അത്തിന് കൃത്യമായ നിർവചനം മഹാനവറുകൾ പറയുന്നുണ്ട്. മഹാനവർ ചോദിക്കുക, സ്ക്രീനിൽ നിങ്ങൾ കിതാബ് കാണാൻ കഴിയും, നോക്കി നിങ്ങൾ. ഈ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്താവൽ ഹദീസിയ എന്ന കിതാബ് ഇദ്ദേഹം ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് ആവശ്യമുള്ള പേജ് മാത്രം, ആ വീഡിയോൻ്റെ നീണ്ടൊരു വീഡിയോയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആവശ്യം മാത്രമാകെ ഞാൻ വായിച്ചിട്ടുള്ളൂ, എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളൊന്നും പറയുന്നില്ല. കാരണം അത് മൊത്തം അങ്ങോട്ട് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങളും ഒക്കെ പൊളിഞ്ഞു പോവുകയാണ്. ഇവിടെ വാസ്തവം സംഭവിക്കുന്ന കാര്യമാണത്. അപ്പോൾ നോക്കി നിങ്ങൾ ഇനി സ്ക്രീനിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് മറ്റൊരു ടോപ്പിക്കിൽ ഒരു വിഷയം ചോദിക്കുകയാണ്. ഇദ്ദേഹം കാണിക്കുന്ന കോപ്പി ആ കോപ്പി തന്നെയുള്ള സംഗതിയാണ്. അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ആ കോപ്പിയിലുണ്ട് അതേ കിതാബിലുള്ള വിഷയം തന്നെയാണ് പറയുന്നത്. അവർ ചോദിക്കുകയാണ്, ഖൗലു സാഇലി നഫഅല്ലാഹു ബിഹി വഹലിൽ ഇജ്തിമാഉ ലിൽ ബിദ്അഇൽ മുബാഹത്തി ജായിസുൻ, മുബാഹായ ബിദ്അത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ പറ്റുമോ? അപ്പോൾ മഹാനവർ പറയാണ്, ഹുവ ജായിസുൻ, ജായിസാണ്. ഖാല അൽ ഇസ് ഇബ്നു അബ്ദിസ്സലാം റഹിമഹുല്ലാഹ് അൽ ബിദ്അത്തു ഫിഅലു മാ ലം യുഅഹദ് ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വതൻഖസിമു ഇലാ 5 അഹ്കാമിൻ യഅനി അൽ വുജൂബ വന്നദ്ബ ഇലാ ആഖിരിഹി. എന്നിട്ട് പറയുക, മഹാനവർ പറയുക, വ ത്വരീഖു മാരിഫത്ത് ദാലിക അൻ തഅരില അൽ ബിദ്അത അലാ ഖവായിദി ശർഇ ഫഅയ്യു ഹുക്മിൻ ദഖലത് ഫീഹി ഫഹിയ മിൻഹു എന്ന്. മഹാനവർ പറയുന്നത് ബിദ്അത്ത് എന്നുള്ള 5 വകഭേദങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇബ്നു ഹജർ തങ്ങൾ ദലാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, അതേ ഇബ്നു ഹജർ തങ്ങൾ അതേ ഫത്തായിലുള്ള സംഗതിയാണത്. അപ്പോൾ അത് വൈരുദ്ധ്യയില്ലേ? വൈരുദ്ധ്യമല്ല. ഇബ്നു ഹജർ തങ്ങളുടെ വാക്ക് തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. അദ്ദേഹം അർത്ഥം വെച്ച സ്ഥലത്ത് പേച്ചു പോയതാണ്, അദ്ദേഹം പറഞ്ഞത് പേച്ചു പോയതാണ്, മനസ്സിലാക്കിയിട്ട് പേച്ചതാണ്. അതാണ് വിഷയം, അതൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കിതാബിൽ കൂടുതൽ ദഖലുള്ള ആളല്ല എന്ന് എനിക്ക് മനസ്സിലായത്.
എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുകയാണ് കുറച്ച് അതിന് ബാക്കിയേറ്റി ഫമിനൽ ബിദഅഇൽ വാജിബത്തി തഅല്ലുമുൻ നഹ്വി അല്ലദി യുഫ്ഹമു ബിഹിൽ ഖുർആൻ വസുന്ന. ഖുർആനും ഹദീസൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നഹ്വ് അറിയണ്ടേ. അപ്പോൾ നഹ്വ് പഠിക്കൽ അതൊരു ബിദ്അത്താണ്, മുബാഹായ ബിദ്അത്ത്, വാജിബായ ഫമിനൽ ബിദഅഇൽ വാജിബത്തി, വാജിബായ ബിദ്അത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇപ്പം എന്താ, ഈ ബിദ്അത്താണ് ലൊലാലത്ത് മാത്രമേ ഉള്ളൂ എന്നല്ല പറഞ്ഞത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. അതേ ഇബ്നു ഹജർ തങ്ങൾ വാക്കുകൊണ്ട് ഇപ്പോൾ എന്ത് മനസ്സിലാക്കണം, നഹ്വ് പഠിക്കൽ, ഖുർആനും ഹദീസൊക്കെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നഹ്വ് പഠിക്കണമല്ലോ, അതും ബിദ്അത്താന്നാണ്, അത് വാജിബായി ബിദ്അത്താന്ന് പറയുന്നത് ഇബ്നു ഹജർ തങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് അതും ലൊലാലത്താവേണ്ടതല്ലേ ഇദ്ദേഹം പറഞ്ഞ വാക്ക് പ്രകാരം? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് പ്രകാരമല്ല. അപ്പോൾ അദ്ദേഹത്തിന് അർത്ഥം പേച്ചതാണ്, അർത്ഥം മനസ്സിലാക്കിയ സ്ഥലത്ത് പേച്ചു പോയതാണത്. ഇനി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ, ഇബ്നു ഹജർ തങ്ങളുടെ ഫത്താവൽ ഹദീസിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷം കൊണ്ടാടുന്നതിനെ പറ്റിയും മൗലിദാഘോഷം കൊണ്ടാടുന്നതിനെ പറ്റിയും ഇബ്നു ഹജർ തങ്ങൾ അവരംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കൊണ്ടുവന്ന വിഷയം. അതിന് വേണ്ടിയിട്ടാണ് നബിദിനാഘോഷം തെറ്റാണ്, അത് ബിദ്അത്താണ്, അത് പാടില്ല എന്നത് സമർത്ഥിക്കാനാണ് അദ്ദേഹം ഇത് കൊണ്ടുവരുന്നത്. ഈ ആയത്തും പിന്നെ ഈ ഫത്താവൽ ഹദീസിയെ കൊണ്ടുവരുന്നത് അതൊന്ന് കേട്ട് നോക്കി നിങ്ങൾ. പിന്നെ ടെക്സ്റ്റിലുണ്ട്, വേണ്ട ആളുകൾക്ക് ഇത് വായിക്കാം. അതിലൊക്കെ അദ്ദേഹം വ്യക്തമായി മണിയായി ഒന്നാം തരം ഒരു വഹാബിയുടെ സ്റ്റൈലിൽ, വഹാബി എന്നുള്ള പറയാം, തൈമി, പുത്തൻവാദി, വഹാബി മൗദൂദി എന്നുള്ള പറയാം, അവരുടെ അതേ സ്റ്റൈലിൽ ഇബ്നു ഹജർ ഹൈത്തമി മറുപടി പറയുന്നുണ്ട്. അപ്പം ഇത് ഖിയാമുൽ മുഖ്തലി ഉണ്ടായാൽ അല്ലെങ്കിൽ അദമുൽ മാനി ഉണ്ടായാൽ അവിടെ റസൂൽ ഉപേക്ഷിച്ച സംഗതിയാണെങ്കിൽ അത് നമ്മളും ഉപേക്ഷിക്കണം, റസൂൽ ചെയ്യാത്ത സംഗതിയാണെങ്കിൽ അത് നമ്മളും ചെയ്യാതിരിക്കണം എന്ന നിലപാട് ഏതെങ്കിലും മൗദൂദികളോ വഹാബികളോ തിരികെ കയറ്റിയതല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ടകോടാലി എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന, സത്യത്തിലാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം, നിങ്ങൾ വിളിച്ചു പറയുന്ന പണ്ഡിത ശിരോമണി ഷെയ്ഖ് ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ലയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിതാബാണ് ഫത്താവ ഹദീസിയ. അദ്ദേഹം പറഞ്ഞത് ഒരു നീണ്ട വീഡിയോയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്താവൽ ഹദീസിയയിൽ പറയുന്നത് മൗലിദ് ആഘോഷിക്കാൻ പാടില്ല, അത് ബിദ്അത്തായിട്ടാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. വാസ്തവത്തിൽ ഇദ്ദേഹം ആ ഫത്താവൽ ഹദീസിയെ കണ്ടിട്ടില്ല, പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല. നോക്കിങ്ങൾ, ഈ ഫത്താവൽ ഹദീസിയയുടെ അതേ ഫത്താവൽ ഹദീസിയ, നിങ്ങൾക്ക് കിതാബിൻ്റെ നഖലുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതേ ഫത്താവൽ ഹദീസിയ, ഈ ഫത്താവൽ ഹദീസിയയുടെ 150-ാമത്തെ ഭാഗത്ത് 150-ാമത്തെ പേജിൽ ഫത്താവൽ ഹദീസിയെ തന്നെ കാണാൻ കഴിയും. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, മത്ലബുൻ അൽ ഇജ്തിമാഉൽ മവാലിദി വൽ അദ്കാരി വ സ്വലാത്തി തറാവീഹി മത്ലൂബുൻ മാലം യതറത്തബ് അലൈഹി ഷർറുൻ വ ഇല്ല ഫയുംനഉ മിൻഹു. ഇതിപ്പോൾ ഇദ്ദേഹം ഈ വീഡിയോ ക്ലിപ്പ് എന്തിനു പറഞ്ഞതാ, ഫത്താവൽ ഹദീസി ഉദ്ധരിച്ചു കൊണ്ട് എന്തിനു പറഞ്ഞതാ, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്താവൽ ഹദീസിയിൽ വരെ ഉണ്ട് നബിദിനാഘോഷം കൊണ്ടാടാൻ പാടില്ല, മൗലിദ് കൊണ്ടാടാൻ പാടില്ല, അത് ബിദ്അത്താണ് എന്ന് സമർത്ഥിക്കാനല്ല ഇയാൾ കൊണ്ടുവന്നത്. എന്നാൽ അതേ ഫത്താവൽ ഹദീസിയയിൽ, അതേ ഫത്താവൽ ഹദീസിന് 150-ാമത്തെ പേജിൽ അവരോട് ചോദിക്കുകയാണ്, അൻ ഹുക്കുമിൽ മവാലിദി, മൗലുദുകളുടെ ഹുക്കുമ്, വൽ അദ്കാരില്ലത്തി യഫ്അലുഹ കസീറു മിനൻ നാസ് ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഉണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മൗലൂദ് സംഗതി ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്, ഈ സുന്നത്തുൻ അം ഫളീലത്തുൻ അം ബിദ്അത്തുൻ, ഇതിപ്പോൾ സുന്നത്താണോ അല്ല ഫളീലത്തായിട്ട് പെടുത്തണോ അല്ല ബിദ്അത്താണോ എന്നൊരു ചോദ്യം. ഫൈൻ ഖുൽതും മിന്നഹ ഫളീലത്തുൻ ഫഹൽ വറദ ഫി ഫളിലിഹ അസ്റുൻ അൻ സലഫി ഔ ഷൈഉ മിൻ അഖ്ബാർ. ചോദ്യം അങ്ങനെയാണ്, സലഫിനെ തൊട്ട് ഹദീസോ അല്ല സലഫിനെ തൊട്ടുള്ള അസറോ അല്ലെങ്കിൽ ഹദീസുകളോ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് നീണ്ട ചോദ്യം, ഞാൻ നീട്ടി വിശദീകരിക്കുന്നില്ല. ആ ചോദ്യത്തിൽ മഹാനവറുകൾ പറയുന്നു, ഫഅജാബ ബി ഖൗലിഹി അൽ മവാലിദു വൽ അദ്കാറു അല്ലത്തി തുഫ്അലു ഇൻദന, നമ്മളെ ഈ നാട്ടിലെടുത്ത് പ്രവർത്തിക്കപ്പെടുന്ന ഈ മൗലൂദും ദിക്ർ സദസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അക്സറുഹ മുഷ്തമിലുൻ അലാ ഖൈരിൻ, അതിൽ നിന്ന് മിക്കതും ഖൈറായ കാര്യങ്ങളിന്മേൽ ഉൾക്കൊണ്ടതാണ്. ഖൈറായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? കസദഖത്തിൻ വ ദിക്രിൻ വ സ്വലാത്തിൻ വ സലാമിൻ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ മദ്ഹിഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ മദ്ഹ് ചെല്ലുക, റസൂലുള്ളാഹി തങ്ങളെ സ്വലാത്ത് ചെല്ലുക, സലാം പറയുക, അവരെ മേൽ ദിക്ർ നടത്തുക, സ്വതക്ക ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് ഖൈറായ കാര്യങ്ങളെ മേൽ ഒരുമിച്ച് കൂടിയതാണ്, അല്ല അതിൻ്റെ മേൽ ഒരുമിച്ച് കൂടിയതാണ് ഈ മൗലിദിൻ്റെ സദസ്സും ദിക്റിൻ്റെ മജ്ലിസും എന്ന് പറഞ്ഞാൽ. എന്നാൽ അങ്ങനെയുണ്ട്. പിന്നെ അപ്പുറത്ത് പറയാണ്, തൊട്ടപ്പുറത്ത് വാലാ ഷെറുണ്ട്. ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ എന്താവും, ചില ആളുകൾ നമ്മൾ സുന്ന ജമാഅത്തിന് വിരുദ്ധമായിട്ട് ആൾ എന്താക്കാറുണ്ട്, അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും കൂടിക്കല്ലുന്ന രൂപത്തിലുള്ള എവിടെയെങ്കിലൊക്കെ പിന്നെ നബിദിനാഘോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ പണ്ട് ഉലമാവ് പറയുന്നുണ്ടല്ലോ, ഉലമാ പണ്ടേ പറയുന്ന വിഷയമാണ്, അന്യപുരുഷന്മാർ കൂടിക്കല്ലുന്ന രൂപത്തിലുള്ള തെറ്റായ കാര്യം ഉണ്ടാകാൻ പാടില്ല. നബിദിനാഘോഷത്തിനോ മറ്റോ അല്ലെങ്കിൽ ദിക്റുകൾക്കോ അന്യപുരുഷന്മാർ കൂടിക്കലരുന്ന രൂപത്തിലുള്ള ഒരു സംഗമം, ഒരു പരിപാടി അത് പണ്ടേ പാടില്ല എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെറുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടാവണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ്, മഹാനവർ പറയുകയാണ്, എന്നിട്ട് നേരെ പറയുകയാണ്, ഈ മഹാനവറുകൾ ഈ ഫത്താവൽ ഹദീസിയുടെ, ഞാൻ നീട്ടി പറയുന്നില്ല, 2 രൂപ പറയുന്നത് എങ്ങനെ, ഇങ്ങനെ നല്ല ഖൈറായ കാര്യങ്ങളിൽ ഒരുമിക്കുന്ന, ഒരു ഷെറുമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ ഖൈറായ കാര്യങ്ങളെ മേൽ മാത്രം ഒരുമിച്ച് കൂടിയ മജ്ലിസും മൗലൂദുകളും ദിക്റിൻ്റെ മജ്ലിസും അങ്ങനെയുണ്ട്. ഷെറായ കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവാം, ഇസ്ലാമിക വിരുദ്ധമായിട്ട് അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന രൂപത്തിലുള്ള ചില ഷെറായ കാര്യങ്ങളും ഉണ്ടാവാം. അങ്ങനെയുണ്ട്. ഈ 2 രൂപമുണ്ട്. ഈ 2 ഖിസ്മ്, 2 ഭാഗം, 2 രൂപത്തെ പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, തെറ്റായ കാര്യങ്ങൾ സംഗമിക്കുന്നുവെങ്കിൽ, അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും കൂടിക്കലരുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ സംഗമങ്ങളും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പിന്നെ അപ്പുറത്ത് അങ്ങനെ അന്യപുരുഷന്മാരും അല്ലെങ്കിൽ ഷെറായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, ഷെറായ കാര്യങ്ങളും അങ്ങനൊന്നും സംഗമിക്കുന്നില്ലെങ്കിൽ, അങ്ങനൊന്നും അതിൽ കൂടിച്ചേരുന്നില്ലെങ്കിൽ അത് പ്രോത്സാഹിക്കപ്പെടേണ്ടത് കാര്യം എന്നല്ല പറയുന്നത് ചോദ്യത്തിൽ അങ്ങനല്ലേ. അല്ലെങ്കിൽ എന്താ പറയണം, ഈ ചോദ്യം തന്നെ മഹാനവർ എന്താ പറയേണ്ടത്, അത് ബിദ്അത്താന്നല്ല പറയേണ്ടത്. മഹാനവർ പറഞ്ഞത് എന്താ, ഇങ്ങനെ മൗലിദാഘോഷത്തിലും പരിപാടിയിലൊക്കെ ചിലപ്പോൾ എന്താവാം, അന്യ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലർന്ന് പോരാത്ത ചില ഷെറായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്, അതുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താ, അന്യപുരുഷന്മാർ കൂടിക്കലർന്നില്ല എങ്കിൽ നടത്തണം എന്നല്ല മനസ്സിലാവണം. അല്ലെങ്കിൽ ഇത് ബിദ്അത്തായിരുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്തായിരുന്നുവെങ്കിൽ ഇവിടെ പറയേണ്ടതല്ലേ ബിദ്അത്താന്നുള്ളത്. അത് മഹാനവർ പറഞ്ഞില്ല, അതാണ് രസം. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കിതാബും ഇതേ ഫത്താൽ കുബ്രയിലുള്ളത്, ഇതേ ഫത്താൽ ഹദീസിലാണ് സംഗതി ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല എന്ന് നസീർ മൗലവിക്ക് ഇത് മനസ്സിലായിട്ടില്ല, എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും ഇബ്നു ഹജർ തങ്ങളെ കിതാബ് ശരിക്കും കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ പറയേണ്ടതല്ലേ. ഇനി നോക്കി നിങ്ങൾ, ഈ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇദ്ദേഹം പിന്നെ നബിദിനാഘോഷത്തിനെതിരെ അങ്ങ് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം മഹാനവറുകളുടെ കിതാബാണ് എന്ത്, നവവി ഇമാമിൻ്റെ ഒരു കിതാബുണ്ട്, ബഹുമാനപ്പെട്ട നവവി ഇമാമിൻ്റെ കിതാബാണല്ലോ ഷറഹുൽ അർബഈൻ എന്നൊരു ഹദീസ് കിതാബുണ്ട് നവവി ഇമാമിൻ്റെ. ആ 40 ഹദീസിൻ്റെ കിതാബ് ഷറഹിന്, അതിന് ഒരു ഷറഹ് എഴുതി ബഹുമാനപ്പെട്ട ഇബ്നു അജുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അതിൻ്റെ പേരാണെന്ത്, ഫതുഹുൽ മുബീൻ ബി ഷറഹിൽ 40. അപ്പോൾ നവവി ഇമാമിൻ്റെ കിതാബായ 40 ഹദീസ്, ആ ഹദീസിന് വിശദീകരണം എഴുതി അൽ ഫതുഹുൽ മുബീൻ ബി ഷറഹിൽ 40 എന്ന കിതാബ്. ആ കിതാബിൽ മഹാനവർ പറയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു അജുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൽ ഇമാം അബൂ ശാമ ശൈഖുൽ മുസന്നിഫി റഹിമഹുമാ അല്ലാഹു തആല റഹിമഹുമാ വമിൻ അഹ്സനി മാ ഇബ്തുദിഅ ഫി സമാനിന മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനസ് സ്വദഖാത്തി വൽ മഅറൂഫി വ ഇദ്ഹാരി സീനത്തി വസുറൂരി ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിൻ ഇഹ്സാൻ ഇലാ ഫുഖറായി മുശ്ഇറുൻ ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ തഅലീമിഹി വ ജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക വ ശുക്രില്ലാഹി സുബ്ഹാനഹു വ തആല അലാ മാ മന്ന ബിഹി മിൻ ഈജാദി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലദീ അർസലഹു റഹ്മത്തൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, നിങ്ങൾ ഈ ഫതുഹുൽ മുബീൻ എന്ന കിതാബിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തന്നെ പറയുകയാണ്, ഇക്കാലഘട്ടത്തിൽ കണ്ടുവരുന്ന പുതിയൊരു ശൈലിയാണ്, പുതിയൊരു ശൈലി.
അതെന്താണ്? അത് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആ ദിവസത്തിൽ എല്ലാ കൊല്ലം കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങൾ, സ്വതക്ക ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല സന്തോഷം പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ ഭംഗിയാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ള സ്നേഹത്തെ അറിയിക്കുന്നതാണ്, അവിടുത്തെ ബഹുമാനത്തെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ആ അനുഗ്രഹത്തിൻ്റെ സന്തോഷ പ്രകടനവുമാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ഇത് തമ്മിൽ വിരുദ്ധയില്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഫത്താവൽ ഹദീസിലുള്ളത് അത് ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ മുബീൻ തമ്മിൽ വൈരുദ്ധ്യമായില്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഇബ്നു ഹജർ തങ്ങൾക്ക് പേച്ചിട്ടില്ല. പേച്ചത് ആർക്കാണ്? ഇദ്ദേഹത്തിനാണ് അർത്ഥം പേച്ചത്. അതേ ഫത്താവൽ ഹദീസിലുള്ള സംഭവമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മൗലിദ് നടത്താനുള്ള എല്ലാ കാരണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. കാരണം സുഹാബാക്കൾ അന്ന് റസൂലുള്ളാഹിനെ വല്ലാണ്ട് സ്നേഹിച്ചിരുന്നു. പിന്നെ പ്രശ്നവും കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇദ്ദേഹം ബിദ്അത്തിന് അർത്ഥം വെച്ചു പോയി. ഞാൻ ക്ലിപ്പ് കാണിച്ചാൽ ഇയാൾ അർത്ഥം വെച്ചത്. നമ്മളെ മൗലൂദാഘോഷം പോലെ മൗലൂദാഘോഷം ചെയ്യാനുള്ള പ്രേരണ ഇല്ലേ? ഉണ്ട്, 100% ഉണ്ട്. ഇന്ന് ഉള്ളതിനേക്കാളും കൂടുതലുണ്ട്. കാരണം മൗലിദ് ആഘോഷിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രവാചക സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. പ്രവാചക സ്നേഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആർക്കാണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്തുള്ള ആളുകൾ. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് മൗലിദ് ആഘോഷിക്കാനുള്ള പ്രേരണ അത് ഇന്നുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അന്നുണ്ടായിരുന്നു ഇയാൾ പറയുകയാണ്. അപ്പോൾ പിന്നെ ഇഷ്കാലും സംശയം ഉണ്ടാവും അവിടെ. എന്നിട്ട് സ്വഹാബത്ത് ചെയ്ത ഒരുപാട് തെളിവുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ശൈലി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മൗലിദ് അന്നുണ്ട്, ഇന്നുണ്ട്. അന്നും ഇന്നൊക്കെ മൗലിദ് നടത്തിപ്പോരുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് എന്താവും? ശൈലി മാറും, ഉറപ്പല്ലേ? ടെക്നോളജിയും ആധുനിക യുഗവും വികസിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നതാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അന്നില്ലാത്ത ശൈലി, പക്ഷേ എല്ലാ ശൈലി അന്നില്ല എന്നുള്ളൂ, മാറിപ്പോയി എന്നുള്ളൂ. സംഗതി മൗലിദിൻ്റെ കാര്യങ്ങൾക്ക് അന്ന് ഇന്നുണ്ട്. ഇദ്ദേഹം തന്നെ പറയാണ്. കാരണം അന്ന് മൗലിദ് ഉണ്ടാക്കാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ മഹബത്തായിരുന്നു, അന്ന് സ്വഹാബാക്കൾക്ക് ഉണ്ടായി. അതുകൊണ്ട് സ്വഹാബാക്കൾ മൗലിദ് ചൊല്ലിയ സംഭവം, റസൂലുള്ളാഹിനെ പുകഴ്ത്തിയ സംഭവം, മധു പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയുണ്ട്. എന്താണ് ഇപ്പോൾ മൗലിദുകൾ നടക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു പറയലല്ലേ? ഇതിപ്പോൾ എതിരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു പറയലാണല്ലോ ഇപ്പോൾ നബിദിനാഘോഷം കൊണ്ട് എല്ലാവരും അർത്ഥമാക്കുന്നത്. മൗലിദ് കൊണ്ടാടലും അത് അങ്ങനെയല്ല. അതിൻ്റെ ഉദ്ദേശപ്പതാണ്, ആകത്തുകപ്പതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു ചൊല്ലുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക, തഅലീം ചെയ്യുക, അവരെ ജനിച്ചതിലെ സന്തോഷ പ്രകടനം. ഇതല്ലേ? ഇത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? തെറ്റാന്ന് നമുക്ക് പറയാൻ കഴിയുക. കാരണം മധു ചൊല്ലുക എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ബിദ്അത്തിൻ്റെ ആ ഭാഗം ബിദ്അത്ത് നിന്ന് പഴച്ചത് മാത്രമേ ഉള്ളൂ. എന്നിട്ടൊരു ബാക്കിയിൽ അദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചെറിയൊരു തിരിമറി കാഴ്ചയുണ്ട്. അതൊന്ന് ഞാൻ ഫത്താൽ ഹദീസിയ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, മനസ്സിലാക്കിക്കോളി നിങ്ങൾ. എന്നിട്ട് പറയുക, ഫസ്സറ ബഅദുഹും അൽ ബിദ്അത ബിമാ യഉമ്മു ജമീഅ മാ ഖദ്ദംനാഹു വഗൈറഹു ഫഖാല ഹിയ മാ ലം യഖും ദലീലുൻ ശർഈയുൻ അലാ അന്നഹു വാജിബുൻ ഔ മുസ്തഹബ്ബുൻ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശർഈൽ മുസ്തഹബെങ്കിലും സുന്നത്താണോ മുസ്തഹബാണോ, സുന്നത്തായ കാര്യമാണോ വാജിബാണോ എന്നതിൻ്റെ മേൽ ശർഈയായ ഒരു ദലീൽ നിൽക്കാത്തതാണ് ബിദ്അത്ത് എന്ന്. അഫുഇല ഫി അഹദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അം ലം യുഫ്അൽ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാതിരിക്കട്ടെ, തീരുമാനം കഴിഞ്ഞില്ലേ? പിന്നെ ഇദ്ദേഹം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബിദിനാഘോഷം ഉണ്ടായിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇപ്പറഞ്ഞ ആ ഖായിദയിൽ നിന്ന് തന്നെ ബിദ്അത്തിൻ്റെ അർത്ഥം വ്യക്തമായില്ലേ? അപ്പോൾ ഇനി ആലോചിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞ പ്രകാരം നബിദിനാഘോഷം പാടില്ല എന്നല്ല പറയുന്നത്. അതിന് പറഞ്ഞപ്പോൾ തെളിയിപ്പ് എന്താ? ഫത്താവുൽ ഹദീസിയ. ആ ഫത്താൽ ഹദീസിൻ്റെ ഈ ഭാഗത്താലും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, ശറഈൻ്റെ കാഴ്ചപ്പാടിൽ സുന്നത്താണോ വാജിബാണോ എന്നതിനേക്ക് ശറഈയായിട്ടൊരു തെളിവ് കിട്ടിയാൽ മതി. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടം ചെയ്യണം എന്നില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടം ചെയ്യണം എന്നില്ല, ശറഈൽ തെളിവുണ്ടായാൽ മതി. ഇനി റസൂലുള്ളാഹിന്റെ കാലം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് സുന്നത്താണോ അത് വാജിബാണോ അതിനൊരു തെളിവുണ്ടായാൽ മതി. ഇതല്ല ഇപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അപ്പോൾ നബിദിനാഘോഷം ഇബ്നു ഹജർ തങ്ങൾ നേരത്തെ ഫത്ഹുൽ മുബീൻ പറഞ്ഞില്ലേ, നബിദിനാഘോഷത്തിൽ ഒരുപാട് സ്വതക്ക ചെയ്യലുണ്ട്,
സുറൂർ വെളിവാക്കലുണ്ട്, റസൂലുള്ളാഹിത്തെ തഅലീമാക്കലുണ്ട്. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളല്ലേ? അപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അപ്പം നബിദിനാഘോഷം താങ്കൾ പറഞ്ഞ ആ ഇബാറത്തിൽ തന്നെ ഫത്താൽ ഹദീസ് പറഞ്ഞ തന്നെ കൃത്യമായ മറുപടിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഴച്ചു പോയതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയം ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നസീർ മൊഴി മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടുതൽ ആ ഇബാറത്തും ഫത്താൽ ഹദീസിയും ഒന്നും കൂടെ വ്യക്തമായിട്ട് വേണമെങ്കിൽ ഒരു നീണ്ട വീഡിയോയിൽ ഞാൻ കൃത്യമായി അർത്ഥം വെച്ച് മനസ്സിലാക്കി തരാം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.